ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. ഉള്ളിൽ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് സ്പൈസി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഇത് ഒരെണ്ണം മാത്രം മതിയാവും. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനും വലിയ മെനക്കേടൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു 3 or 2 സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ അളവിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3 സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള വഴന്ന് വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് കനം കുറഞ്ഞ് വട്ടത്തിൽ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ സവാള ഏകദേശമൊക്കെ വഴന്ന് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണിന് താഴെയായിട്ട് മതിയാവും, 1/2 ടീസ്പൂണിന് താഴെയായിട്ട് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി ഒന്ന് വഴറ്റിയെടുത്ത് ഒരു മസാലയുടെ പച്ചമണക്കൊന്ന് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചിക്കന് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 100 ഗ്രാം ചിക്കൻ വേവിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി, ഒരുപാട് അരഞ്ഞു പോവരുത്. ഇതുപോലെ ചെറുതായിട്ട് കഷ്ണമായിട്ട് അതിലുണ്ടായിരിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു കൂട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ മൈദ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലൂസ് മതിയാവും. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോ തവി മാവായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ മുകൾ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടിയാൽ പാനിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ ഓരോ ദോശയും ചുട്ടെടുക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ ഫില്ലിങ്സൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചൂടോടുകൂടി റോൾ ചെയ്തെടുക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് ഒട്ടി കിട്ടുകയുള്ളൂ. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം എന്നൊന്നുമില്ല, അല്ലാതെ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടുന്നുണ്ട്. പിന്നെ അല്ലെങ്കിലും ഒന്നും കൂടെ വേവിച്ചെടുക്കാനും ഉള്ളതാണ്. അപ്പോൾ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്താലും മതിയാവും. പിന്നെ മുകൾ ഭാഗം ചെറുതായിട്ടൊരു ഒട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം. നിർബന്ധമൊന്നുമില്ല, അല്ലാണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം റോൾ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതേ രീതിയിൽ ഓരോ ദോശ വേവുന്ന സമയം കൊണ്ട് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ദോശ ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ റോൾ ചെയ്യൽ പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും. അപ്പോൾ ദോശയെല്ലാം നന്നായിട്ട് ഇതുപോലെ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ബൗളെടുത്ത് അതിലേക്ക് 2 കോഴിമുട്ട നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം കോഴിമുട്ടക്ക് പകരമായിട്ട് കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ ഒരു ലൂസായിട്ടുള്ള ബാറ്ററാക്കി റെഡിയാക്കി എടുത്താലും മതിയാവും. അതേപോലെ തന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് നന്നായിട്ട് പൊടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിന് പകരമായിട്ട് റസ്ക് പൊടി ഉണ്ടെങ്കിൽ അതായാലും മതിയാവും. അപ്പോൾ ഓരോ റോൾ ചെയ്തെടുത്തിട്ടുള്ള ഓരോന്നും എടുത്തിട്ട് ആദ്യം മുട്ടയുടെ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു കൈ വെച്ചിട്ട് ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് മറ്റേ കൈ വെച്ചിട്ട് ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ മുട്ടയുടെ ബാറ്റർ പെട്ടെന്ന് തീരുകയും ചെയ്യും. കറക്റ്റ് വൃത്തിയായിട്ട് കോട്ട് ചെയ്തെടുക്കാനും കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ഭാഗം ആയാൽ മറിച്ചിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. പിന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്തെടുത്താലും മതിയാവും. അതിന് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മുട്ടയിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് കുറച്ച് പാനിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലൊന്ന് ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ആ ഒരു സമയത്ത് സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുത്താലും മതിയാവും. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാ ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുത്താൽ എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഇത് ഒരെണ്ണം മാത്രം മതിയാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഒരുവിധം എല്ലാവരും ചെയ്തെടുക്കുന്നതാവും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോളാണ്. അപ്പോൾ ഒരു ചിക്കൻ്റെ ഫില്ലിങ്ങിന് പകരമായിട്ട് വെജിറ്റബിൾ ഫില്ലിങ്സോ എന്ത് ഫില്ലിങ്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.